खुद से है पूछा क्यों चला मैं, भूले हैं सारे किस्से पुराने। खुद से है पूछा क्यों चला मैं, भूले हैं सारे किस्से पुराने। दिल है संभाले सारी वो यादें, आंखें खोले तो देखे नजारे। वही ना गुजर जाए ना जिधर, लागे ना कहीं तुझे ना नजर, मैं जाऊँ ना। वही ना गुजर जाए ना जिधर, लागे ना कहीं तुझे ना नजर, मैं जाऊँ ना उधर। കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും തിരുത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും തിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ചു പുത്തനൊളി വരത്തി എന്തിനായി മന്ദമാർത്ത് ചെന്താമര കൈപ്പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി ഔവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി കുറുകൾ സകല മകളുവതിനു മണിയണമിതു തരുണികൾ മാർത്തോമൻ വഴിയുടെ മഹിമകളൊഴുകി പാൽചോറും കഴിപ്പിച്ചു പതിവുകൾ നടത്തി കൊണ്ടാടുമ്പോൾ മാലോകരും പ്രാർത്ഥിച്ചു കൂടണം തെറ്റുകുറ്റം പൊറുത്ത് നാളെയാണ് പെൺകൊടിക്ക് തന്തീശ്വരിൻ ഈശൻ വിധിച്ചത് പൂത്താലി മിന്നുമണി പൂത്താലി. അനു വളരെ ഫീലിംഗിലാവും. ഞാൻ പറഞ്ഞ പോലെ സുന്ദരി കുട്ടിയായിട്ട് ഇരിപ്പുണ്ട്. എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ് അല്ലേ? ശനിയാഴ്ച കല്യാണമാണ്, പുതിയൊരു ലൈഫിന്റെ ഫേസിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരോടൊക്കെ? ഒരു ഫ്യൂ വേർഡ്സ് പ്ലീസ്. എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് താങ്ക്സ് ആണ്. താങ്ക്സ് ടു ഗോഡ്, താങ്ക്സ് ടു മൈ പേരൻസ്, ജസ്റ്റ് താങ്ക്സ് ടു എവറിബഡി ഹൂസ് ഹിയർ ടുഡേ. ഈ ഒരു ഹാപ്പി മൊമെൻറ്റ് ഷെയർ ചെയ്യാനായിട്ട് വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും താങ്ക്സ്. ആൻഡ് താങ്ക്സ് ടു മൈ ന്യൂ ബെറ്റർ ഹാഫ്. We found each other after all these years, and after all of our ups and downs, we went through life and now we found each other, and നമ്മളിപ്പോൾ ഒരു പുതിയ journey തുടങ്ങുവാണ്. And I'm just I give praise to God for this. എനിക്കറിയാം ഫാമിലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ് അല്ലേ? എന്നാൽ പോലും ഞാൻ പെട്ടെന്നൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അനുവിൻ്റെ പപ്പ മിസ്റ്റർ ബോബി മുട്ടത്തുപാടത്ത്, അമേരിക്കയിൽ ഏകദേശം 35 വർഷത്തോളമായിട്ട് അദ്ദേഹത്തിന് ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് മദർ മിസ്സിസ് ഉഷ തോമസ്, എട്ടുപറയിൽ ഫാമിലി, അമേരിക്കയിലെ ടീച്ചറാണ്. ആൻഡ് അഖിൽ ബോബി, അനുവിൻ്റെ അനിയൻകുട്ടൻ, അമേരിക്കയിൽ മെഡിസിന് പഠിക്കുന്ന അല്ലേ? ഇയാൾക്ക് സ്റ്റേജിലെ മധുരം വെക്കൽ ചടങ്ങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പെണ്ണിന് മധുരം വെച്ചേക്കട്ടെ, പെണ്ണിന് മധുരം വെക്കട്ടെ, പെണ്ണിന് മധുരം വെക്കുവാണ്.
പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ ഈ ഏതൻ തോപ്പിലിരു തൂവൽ പോലെ അലയേ നീ തേടും തേൻ കനിയിലൂറും കുഞ്ഞു മധുരം ഇണനീയും ഞാനും പുതുകൂടും ചൂടും ഋതുമാറും നേരം കൺമണി പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ ഒരു സ്വർണ്ണമീനുള്ളിൽ തിരതുള്ളും പോലെന്റെ പ്രിയനെ കനവോ നമ്മൾ കാണും ഒരു കുഞ്ഞിപ്രാവുള്ളിൽ കുറുകുമ്പോൾ ഈ നെഞ്ചിൽ നിറയാൻ ഒഴുകാൻ അമൃതോ മധുവോ ഉയിരാകെ ഉയിരാകെ നീയേ ഉടലേൽക്കും പൂവേ ഇമതെല്ലും മാറാതെ ഞാനേ പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ ചെറുചില്ലക്കൂടൊന്നിൽ പിറവിക്കായി നോമ്പേൽക്കാം നറുനെൽ കതിരായി പൊങ്ങൽ ചാർത്താം ഇടനെഞ്ചിൻ താളങ്ങൾ ചെറുതാരാട്ടീണങ്ങൾ ഇരുളിൽ തെളിയാനൊരു പൊൻതാരം ഉയിരാകെ ഉയിരാകെ നീയേ ഉടലേൽക്കും പൂവേ ഇമതെല്ലും മാറാതെ ഞാനേ ഈ ഏതൻ തോപ്പിലിരു തൂവൽ പോലെ അലയേ നീ തേടും തേൻ കനിയിലൂറും കുഞ്ഞു മധുരം ഇണനീയും ഞാനും ഇണനീയും ഞാൻ പുതുകൂടും ചൂടും പുതുകൂടും ചൂടും ഋതുമാറും നേരം കൺമണി പെൺപൂവേ എന്താണ് സിസ്റ്റർ എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്. ആ ഒരു റെസ്പെക്ട് എപ്പോഴും കൊടുക്കണമെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഞങ്ങളെ. ചേച്ചിയുടെ ഇടയ്ക്ക് കാണാറുള്ളൊരു എന്തോ ഞങ്ങള് എല്ലാം അടിച്ച് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും ചെറുത്, അനുചേച്ചിയാണ് ഏറ്റവും വലുത്. അറിയായിരിക്കുമല്ലോ ആരോ. അനുചേച്ചിനെ പറ്റി പറയാനുള്ളത് നമ്മൾ ഡാൻസിന് കാണാം, ബാക്കി അത് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ.
അവര് പറയുന്ന പോലെ ഒന്നുമല്ല. അനുചേച്ചി എന്ന് പറഞ്ഞ ഞങ്ങളുടെ മെന്ററാണ്, ഞങ്ങളുടെ ഫുൾ സ്ട്രെങ്ത് ആണ്. ഈ ഗാഗ് തന്നെ തുടങ്ങിയത് അനുചേച്ചിനെ വെച്ചിട്ടാ. അത് ആർക്കും അറിയത്തില്ല ഇവിടുത്തെ ഡോക്ടർ അനുചേച്ചിത്. അല്ല, ഇവരോടല്ല ചോദിക്കേണ്ടത്. എന്റെ എട്ടുപറയിൽ ഗ്യാങ് എവിടെ? അവര് വന്ന് എന്നെ കുറിച്ച് ഇഷ്ടമല്ലേ നല്ലത് പറ. എട്ടുപറയിൽ ഗ്യാങ് വാ വന്നേ. ഞങ്ങളുടെ സൈഡിൽ അനു ഏതാണ്ട് നടുക്കേ വരത്തുള്ളൂ. അത്ര മൂത്തതുമല്ല അത്ര ഇളയതുമല്ല. അതുകൊണ്ട് കാര്യമായിട്ട് ആർക്കും വലിയ ബഹുമാനമില്ല. സോറി, വെറുതെ പറഞ്ഞ. അനുവിനെ പറ്റി ആക്ച്വലി ആകെ പറയാനുള്ളത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളാണ്. അതായത് ഫീലിങ്സ് വരുമ്പോഴത്തേക്കും അങ്ങ് പൊട്ടിമുളച്ച് കുറേ അങ്ങ് വരും. അത് ഏറ്റവും ഓബ്വിയസ് ആയിട്ടുള്ളത് അനു വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പം ലിൻസി പറയും, ഓ ഇത് കുറേ അയച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. ലിൻസി എൻ്റെ വൈഫാണ് കാണുമ്പോഴത്തേക്ക്. പക്ഷേ അതിനകത്ത് എല്ലാം ചെറിയൊരു ഇവൻറ്റ് ഒരു കണ്ടുമുട്ടൽ കഴിഞ്ഞാലും അതിനൊരു ഫോളോ അപ്പ്, ഒരു ഫീഡ്ബാക്ക് ആയിട്ടൊരു മെസ്സേജ് വരും. താങ്ക് യു ഫോർ കമ്മിങ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ നമ്മളായിരിക്കും ഇത്രയും സ്നേഹം അനുവിന് നമ്മളോട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ താങ്ക് യു, യു ആർ ബ്ലെസ്ഡ്. അതിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഹാപ്പിയും പോസിറ്റീവാണ്. അപ്പൊ ഞാൻ എപ്പോഴും വണ്ടർ ചെയ്യും എങ്ങനെ ഇത്രയും ഹാപ്പി പോസിറ്റീവ് ആവുന്നത്. എക്സെപ്റ്റ് ഒരു കാര്യത്തിൽ മാത്രം അഖിലുമായിട്ട് അടി പിടിക്കുമ്പം കുറച്ച് ഹാപ്പിനെസ് കുറവുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാ സമയത്തും ഹാപ്പിയാണ്. അഖിലുമായിട്ട് അടി പിടിക്കുമ്പോഴും ഹാപ്പിനെസ്സും ഉണ്ട്. അനുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഗ്യാങ്ങിൻ്റെ എപ്പോഴും ഈ പാർട്ടി ഓർഗനൈസ് ചെയ്യുന്ന ആളാണ് അനു. എപ്പോഴും ഇങ്ങനെ പാർട്ടി ചെയ്യുന്നതെല്ലാം നല്ല ഇഷ്ടമാണ് അനുവിന്. പിന്നെ വേറൊന്നും പറയില്ല. രണ്ട് കാര്യങ്ങൾ വിട്ടുപോയി. ഇനി അത് എനിക്ക് അറിയത്തില്ലെങ്കിൽ അനു നന്നായിട്ട് ഓടും, ചാടും, പാടും, ഡാൻസ് കളിക്കും, എക്സെട്ര. ഭയങ്കര ഹാപ്പി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര അത്രയേറെ എൻജോയ് ചെയ്ത് ആ ഒരു മൊമെന്റ്സ് ഒക്കെ ചെറിഷ് ചെയ്തിട്ടാണ് അനു നിൽക്കുന്നത്. നമുക്കും ആ ഒരു എനർജി, സന്തോഷമൊക്കെ ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? സോ ലക്കി. ആൻഡ് തിരിച്ചും എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് നല്ലൊരു ലൈഫ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. മധുരം വെക്കത്തില്ല, ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് കൊണ്ടുപോകാന്നത് എനിക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. എനിക്കാനും പറഞ്ഞു നാളെ ഒരു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം പ്ലീസ്. നമുക്ക് ശനിയാഴ്ച അങ്ങ് മൊത്തത്തിൽ കൊണ്ടുപോകാം അല്ലേ? മഷിയാൽ കണ്ണെഴുതും മാൻകിടാവിനിന്നലെ മായാ ചിന്തൂരം മൈന ചാത്തിയോ. കൺമഷിയാൽ കണ്ണെഴുതും മാൻകിടാവിനിന്നലെ മായാ ചിന്തൂരം മൈന ചാത്തിയോ. ഞാൻ മഴത്തുള്ളിക്കൊരു പൂപ്പാട്ടുണ്ടേ, എല്ലാം ഒളിച്ചു വയ്ക്കണ മനസ്സിനുള്ളിലെ തേങ്ങലുണ്ടേ. ഞാൻ മഴത്തുള്ളിക്കൊരു പൂപ്പാട്ടുണ്ടേ, എല്ലാം ഒളിച്ചു വെക്കണ മനസ്സിനുള്ളിലെ തേൻവെല്ലുണ്ടേ. ഉറങ്ങുമ്പോൾ കുറുകാനായി കനവിൻ കുയിലുണർന്നേ, ഉണരുമ്പോൾ നീവാതിൽ തുറക്കാൻ കിളി പറന്നേ. നിലാവ് പോൽ തെളിഞ്ഞൊരാൾ വരുന്നടി വിരുന്നിനായി തണുപണിപ്പുഴ കടപുടുത്തൊരു കനവ് മുന്നിലെ കസപണിയുകളി. പൊന്നിൻ പൊന്നേ മഞ്ഞിൻ മണിയേ, കാവിലെ കാവതി കാട്ടിലും കായൽ വരമ്പിലെ കാക്കാലണ്ടേനും കണ്ണിൽ കണ്ണിൽ കാണാക്കിനാരം. ചെന്തിരന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെള്ളിലാവു പാക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ചെന്തിരന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെള്ളിലാവു പാക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ.
Ayun, ganito pa. Ay, subas. ¿Quién eres tú? ¿Dónde has estado? He removido cielo y tierra y no te encontré. Y llegas hoy tan de repente y das sentido toda mi vida con tu querer. ना मैं समझा ना मैं जाना जो भी तुमने मुझसे कहा है सेñorita, मगर फिर भी ना जाने क्यों मुझे सुन के अच्छा लगा है señorita. No desvíes la mirada, quédate cerca de mí. मुझको बाहों में तुम घेरो समझी ना señorita. चाहत के बदली पाए दुनिया में ये खबर है क्या तो को तो आओ हो जाए भूले हम होता अब है क्या señorita. सुनो señorita कहते हैं क्या. Jamás podré interpretar el sentido de las palabras que me dedican, pero el calor de tu mirar me hace sentir como la más bella señorita. निगाहों से कहीं अरमान की दास्तां है señorita. चाहत की मोहब्बत की सारी दुनिया में एक ही जुबां है señorita. मुझसे अब नजर ना फेरो आओ पास तुम मेरे मुझको बाहों में तुम घेरो समझी ना señorita. चाहत के जो बदली पाए दुनिया में ये खबर है क्या तो को तो आओ हो जाए भूले हम होता अब है क्या señorita. सुनो señorita कहते हैं हम क्या. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസരം ഞങ്ങൾ ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം 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 യേശുവിന്. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ. യോഗ്യതയായി എനിക്കൊന്നുമില്ല എന്റെ സർവ്വതും നിന്ദാനം
യോഗ്യതയായി എനിക്കൊന്നുമില്ല, എൻ്റെ സർവ്വതും നീ തന്ന ദാനമല്ലോ. മഹത്വം മഹത്വം യേശുവിന്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം മഹത്വം യേശുവിന്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം മഹത്വം യേശുവിന്. താങ്ക് യു. जश्नबाजी की शाम है, जश्नबाजी की शाम है, क्रिकेट ताल पे ठुमके लगा ताल दुनिया जलती है तो चले, दुनिया जलती है तो चले. Take this moment to give thanks. So I would like to start by giving thanks and praise to the Lord Almighty for showering His blessings upon us. The Lord God has guided me and showered me with so much joy and happiness. He has given me an amazing family, and now I have found my better half. So I give praise and glory to the Lord. And at this moment, I would also like to give thanks to my parents, Papa and Amma. Papa and Amma have endlessly supported me. They are my rock. No matter what highs and lows have happened, they have always been with me. They have always supported me. I don't know where I'll be if they were not my parents. I'm truly blessed to have such wonderful families, such wonderful parents. And I consider myself blessed to now have another dad in Sebastian Papa. Papa, thank you for welcoming me into your family. Thank you for giving me your hand. And I am so excited to now also call you Daddy as well. I also would like to give thanks. Of course, I cannot forget my brother Akil, my one and only brother. Even though he's 5 years younger than me, he has taught me so much about personal strength and character. Of course, this vote of thanks will not be complete without saying thank you to all the relatives who came from so far away, starting with Nimu Chechi and Niju Chetan. They have came so far. They couldn't bring their family or kids, but they still came so early, and they were so incredibly supportive and just so incredible. Thank you, Chechi and Chetan. And of course, I have to give thanks to the family that came all the way from USA, starting from Leela Auntie. Auntie, thank you for
for putting away your commitments and your just busy schedule to come and be part of my wedding. Thank you so much. And of course, after Leela Auntie is Mariam Auntie and Matthew's uncle. Mariam Auntie and Matthew's uncle were actually here in April, and then they went to US and they came back just for my engagement and wedding. So thank you, Uncle and Auntie. Then of course Thangam Auntie, who came despite Jose Kuti Uncle's Prakash health conditions and your commitments. Thank you, Thangam Auntie. Actually, we have to say Thangam Auntie is getting on a flight tonight from Kochi International Airport. She came all the way just to support me, and she has to go back and she cannot make it to the wedding, but I'm not sad about that because she's going back for her daughter, my first cousin Ashna's graduation. Ashna's now a full-fledged MD doctor, so I just thank Auntie for coming despite her very hectic schedule. And then of course I have to give thanks to my cousins, who I don't actually see any of them here, but Ashwin, I know despite Yolanda and the kids not being here, you made it, and you had so much work commitments and everything. Thank you for coming. Arinchetan and Vinci Chechi, I know you have work tomorrow. You guys are both very prolific doctors, and you came tonight and you have a long journey back home, so thank you for coming. And of course, where is Thomas? Thomas, actually when I introduced Akhil as my one and only brother, that's not accurate. Thomas is truly my big brother. We are siblings in every sense of the word. We share all of our secrets, fears, and worries with one another. So thank you, Thomas. And I have to say, Amy, you're his better half, and you're now my soul sister. To Juby Uncle and B Sandy, who have heralded this ceremony so beautifully. To Binny Auntie and Paul Uncle, who just sang the most wonderful song. To Biji Auntie and Paul Uncle. To Bindu Auntie and Shaju Uncle. To all of my family, Muttathpadam and Ettuparayal, thank you so much. And of course, I cannot forget my Muttathpadam cousins. We have Thomas, Cherian, Anila, Alan, and of course, last but not least, Sangeeta, our dear Ammukutti. Ammu is the one who choreographed all the cousins' dances, and she was the one who made sure we had the steps all correct. So just because I didn't say your name right now does not mean that you're not special to me. Every single person here, all of my family, they're very special to me, and I just thank everybody for coming and supporting us. Thank you, everybody. Chute por libre, boom, na cara me ni cae un dividend.
പ്രാസം ഞാൻ രാജ്യം കൊടുക്കുന്ന പൂവിട കളത്തിൽ കൊടുക്കുന്ന ആഗ്രഹം ശൈലി വ്യക്തമുള്ള വൻ ധ്യാനം